ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജി ഫോക്കസ്. വിൻഡോസ് 11 റിലീസായിരിക്കുകയാണ്. എല്ലാവരും നല്ല കട്ട എക്സൈറ്റ്മെൻറ്റിലാണ് വിൻഡോസ് 11ൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ച വിൻഡോസ് 7 എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതിനുശേഷം വിൻഡോസ് 8 ഇറങ്ങി, അതിനുശേഷം 10 ഇറങ്ങി, അതിനുശേഷം ഇപ്പോൾ 11 ഇറങ്ങിയിരിക്കുകയാണ്. വിൻഡോസ് 10 ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. സിസ്റ്റമെല്ലാം വാങ്ങിക്കുമ്പോൾ ഹോം വേർഷൻസ് എല്ലാം ഒരുപാട് ആൾക്കാരുടെ ലാപ്ടോപ്പുകളിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എല്ലാവരും ഉപയോഗിച്ച് നല്ല ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് വിൻഡോസ് 11 നല്ല മോഡിഫൈ ചെയ്ത് നല്ല കിടിലൻ ലുക്കോട് കൂടി വിൻഡോസ് 11 റിലീസാവുന്നത്. വിൻഡോസ് 11 ഒരുപാട് ഫീച്ചേഴ്സ് അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ മൊത്തത്തിൽ തന്നെ അതിൻ്റെ ലുക്ക് തന്നെ മാറ്റി കളഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് വിൻഡോസ് 11 എന്തൊക്കെയാണുള്ളത് നോക്കാം, അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ജി ഫോക്കസിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടെ പ്രസ് ചെയ്തേക്കാം. ആദ്യമായിട്ട് നമുക്ക് സിസ്റ്റം റിക്വയർമെൻറ്റ്സ് നോക്കാം. സിസ്റ്റം റിക്വയർമെൻറ്റ്സിൽ ആദ്യം പറയാനുള്ളത് പ്രോസസ്സറിൻ്റെ കാര്യമാണ്. പ്രോസസ്സർ അറ്റ്ലീസ്റ്റ് 1 GHz ഉള്ള 64 ബിറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു 2 കോർ എങ്കിലുമുള്ള ഒരു പ്രോസസ്സർ വേണം നമുക്ക് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ വളരെ കുറച്ച് പ്രോസസ്സറുകൾക്ക് വേണ്ടിയിട്ട് മാത്രമേ ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവൈലബിൾ ആയിട്ടുള്ളൂ. എന്തായാലും പ്രശ്നമില്ല, ഭാവിയിൽ എന്തായാലും അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാവരും വിൻഡോസ് 10 അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓട്ടോമാറ്റിക് അപ്ഡേറ്റ് ഇട്ടേക്കുക, തനിയെ അപ്ഡേറ്റ് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും വിൻഡോസ് 11 അപ്ഡേറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. മെമ്മറി 4 GB റാം എങ്കിലുമാണ് വേണ്ടുന്നത്. അതായത് വിൻഡോസ് 11 വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറഞ്ഞത് ഒരു 4 GB റാം എങ്കിലും വേണം. പിന്നെ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 64 GB ഹാർഡ് ഡിസ്ക് സ്പേസ് എങ്കിലും വേണം. അടുത്തായിട്ട് ഒരു പ്രധാന കാര്യമാണ് ബൂട്ട് മോഡ് നമ്മൾക്ക് UEFI മോഡിൽ തന്നെ വേണം, അല്ലെന്നുണ്ടെങ്കിൽ ബൂട്ട് സെക്യൂർ മോഡിൽ വേണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓൾഡ് വിൻഡോസ് 10 നിന്ന് വിൻഡോസ് 11 നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ അത് ഇൻസ്റ്റലേഷൻ എറർ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ബൂട്ട് മോഡ് UEFI മാറ്റുന്നതിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിലിടുക, നമ്മൾ അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞുതരാം. അതിനുശേഷം ഗ്രാഫിക്സ് കാർഡാണ്. DirectX 12 സപ്പോർട്ട് ചെയ്യുന്ന ഗ്രാഫിക്സ് സപ്പോർട്ടാണ് ഇതിന് വേണ്ടുന്നത്. അതുപോലെ തന്നെ കുറഞ്ഞത് 9 ഇഞ്ച് സ്ക്രീനെങ്കിലും ഇതിന് ആവശ്യമായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് ഇൻ്റർനെറ്റ് കണക്ഷനാണ്. വിൻഡോസ് 11 കൂടുതൽ ക്ലൗഡ് ബേസ്ഡ് ഓപ്പറേഷൻസ് ആണുള്ളത്. അപ്പോൾ മസ്റ്റായിട്ട് നമുക്ക് ഒരു നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ ആവശ്യമാണ്. അടുത്തതായിട്ട് കമ്പാറ്റബിലിറ്റി ചെക്കാണ്. കമ്പാറ്റബിലിറ്റി ചെക്ക് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ വിൻഡോസ് 11 സപ്പോർട്ട് ചെയ്യുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഗൂഗിൾ സെർച്ച് ചെയ്ത് വിൻഡോസ് 11 വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് പോവുക. നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോകുമ്പോൾ ഏറ്റവും താഴെ തന്നെ നമുക്ക് കാണാം കമ്പാറ്റബിലിറ്റി ചെക്ക് എന്ന് കാണാം. അപ്പോൾ ആ കമ്പാറ്റബിലിറ്റി ചെക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളുടെ സിസ്റ്റത്തിൽ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവുന്നതാണ്. ആ ഡൗൺലോഡ് ആയതിനു ശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കമ്പാറ്റബിലിറ്റി ചെക്ക് ചെയ്യുക. കമ്പാറ്റബിലിറ്റി ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ സിസ്റ്റത്തിൽ വിൻഡോസ് 11 സപ്പോർട്ട് ആകുമോ ഇല്ലയോ, അല്ലെങ്കിൽ ബൂട്ട് മോഡ് ഏതാണ്, അത് ചേഞ്ച് ചെയ്യണം വേണ്ടതെന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മളുടെ സിസ്റ്റത്തിൽ വിൻഡോസ് 11 സപ്പോർട്ട് ചെയ്യുമല്ലോ എന്നുള്ള കാര്യം കമ്പാറ്റബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കും. ഓക്കെ, അടുത്തായിട്ട് ഫസ്റ്റ് ലുക്കാണ്. ഫസ്റ്റ് ലുക്ക് ഓൾറെഡി എല്ലാവരും കണ്ടിട്ടുണ്ടെന്നറിയാം. മൈക്രോസോഫ്റ്റിൻ്റെ വെബ്സൈറ്റിലെല്ലാം നല്ല വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലും മലയാളത്തിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. ആദ്യമായിട്ട് വിൻഡോസ് 11 എടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ട് മെനു ആണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. സ്റ്റാർട്ട് മെനു മുമ്പുണ്ടായിരുന്നത് പോലെയല്ല, ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അത് സെൻറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. സെൻറ്ററിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഏകദേശം നമ്മളുടെ iOS പോലെ തന്നെ, അതായത് മാക്കിൻ്റെ OS പോലെ തന്നെ സെൻറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ സ്റ്റാർട്ട് മെനു ലെഫ്റ്റ് സൈഡിലല്ല, കറക്റ്റ് സെൻറ്ററിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റീസെൻ്റായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസൊക്കെ അതിൽ ആഡ് ആയിട്ടുണ്ട്. നമ്മൾക്ക് അത് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അതായത് ടാസ്ക് ബാർ ഫുള്ളായിട്ട് റീഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതൊരു നല്ല ലുക്ക് ചേഞ്ച് തന്നെയാണ് വിൻഡോസ് 11 കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ ട്രാൻസ്പറൻസി നമ്മളിപ്പോൾ വിൻഡോസ് 7 മുതൽ വിൻഡോസ് വിസ്റ്റ മുതൽ നമ്മൾ നല്ല രീതിയിൽ കണ്ടുവരുന്നതാണ്. പക്ഷേ അതിലും നല്ല ഒരു ട്രാൻസ്പറൻസി ലുക്കാണ് വിൻഡോസ് 11 കൊടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഓരോ വിൻഡോസിൻ്റെയും ഓരോ ഐക്കൺസിൻ്റെ എല്ലാം കോർണേഴ്സ് എല്ലാം നല്ല റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അതിൻ്റെ ഒരു ഡിസൈനിലെ പ്രത്യേകതയാണ്. പിന്നെ അതിൻ്റെ പേഴ്സണലൈസേഷൻ മുമ്പ് ഉണ്ടായിരുന്നത് നമ്മൾ വാൾപേപ്പറെല്ലാം ചേഞ്ച് ചെയ്യുന്നത് കുറച്ച് ഓൾഡ് സ്റ്റോക്ക് വാൾപേപ്പേഴ്സ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അതെല്ലാം ചേഞ്ച് ചെയ്ത് ഫുൾ വാൾപേപ്പേഴ്സ് എല്ലാം വേറെ ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് മോഷൻ ടൈപ്പ് വാൾപേപ്പേഴ്സ് ഒക്കെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോക്ക് സ്ക്രീനിൻ്റെ വാൾപേപ്പേഴ്സ് എല്ലാം ചേഞ്ച് ചെയ്യാൻ നമ്മൾക്ക് മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ macOSന് സിമിലർ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് ഇതിൽ വരുത്തിയിരിക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും, ഒരുപാട് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും എന്ന് ഉറപ്പാണ്. അടുത്തായിട്ട് വിൻഡോസ് 11 സ്പെഷ്യാലിറ്റിയാണ്. സ്പെഷ്യാലിറ്റി എന്ന് പറയുമ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്, നമ്മളുടെ വിൻഡോസ് 11 എന്തൊക്കെ സ്പെഷ്യൽ ഫീച്ചേഴ്സാണ് ആഡ് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
ആദ്യമായിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് വിൻഡോസ് 11 സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ്. മൈക്രോസോഫ്റ്റ് സ്റ്റോറിൽ നിന്ന് തന്നെ നമുക്ക് ആൻഡ്രോയിഡ് ആപ്സ് ഡൗൺലോഡ് ചെയ്യാം, അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ആൻഡ്രോയിഡ് ആപ്സും ഗെയിംസും ഒക്കെ നമ്മൾ എല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്നതാണ്. അതെല്ലാം മൈക്രോസോഫ്റ്റ് ഉൾപ്പെടുത്തിയപ്പോൾ എല്ലാവർക്കും കുറച്ചുകൂടെ കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. വിൻഡോസ് 11 ഒരുപാട് ഗെയിംസും ഒരുപാട് ആപ്ലിക്കേഷൻസും എല്ലാം അവൈലബിൾ ആയി എന്ന് തന്നെ പറയാം. അപ്പോൾ എൻ്റെ സംശയം എന്താണെന്ന് വെച്ചാൽ ഇനി എല്ലാവരും മൊബൈലിൻ്റെ യൂസേഴ്സ് കുറച്ച് ലാപ്ടോപ്പുകളും അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പുകളും ഉപയോഗിക്കുക എന്നുള്ളതാണ്. അല്ലെന്നുണ്ടെങ്കിൽ മൊബൈലുകൾ ഇനി മൈക്രോസോഫ്റ്റിലേക്ക് മാറുമോ എന്നുള്ളൊരു സംശയം കൂടിയുണ്ട്. അതിനുശേഷം പറയാനുള്ളത് വിൻഡോസ് 11 ഫുള്ളി ക്ലൗഡ് സിസ്റ്റം ബേസ്ഡ് ആണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടെ മുതൽ നമ്മൾക്ക് തിരിച്ച് നമ്മുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് വിൻഡോസ് 11 അതുപോലെ വിൻഡോസ് 11 പലതരത്തിലുള്ള പ്രൊഫൈൽസ് ഇപ്പോൾ നമ്മൾക്ക് ആഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. സാധാരണ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള ഉള്ളതുപോലെ തന്നെ മൾട്ടിപ്പിൾ യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ പ്രൊഫൈൽസ് ആണ് ഇതിനകത്തുള്ളത്. വിൻഡോസ് 11 ഇപ്പോൾ വർക്ക്, ഓഫീസ്, പേഴ്സണൽ അതുപോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രൊഫൈൽസ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ 2 സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. വൺ ക്ലിക്ക് കണക്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മളുടെ വിൻഡോസ് 11 കൂടെ ഉണ്ട്. പണ്ട് മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെ MSN മെസ്സഞ്ചർ ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പോഴുള്ള വൺ ക്ലിക്ക് കണക്ട് പീപ്പിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉള്ളത്. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് കോൾ ചെയ്യാനും അതുപോലെ തന്നെ ഏത് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവരുടെ എല്ലാ ഫോണിൽ നിന്ന് നമ്മളുടെ പ്രൊഫൈലിലേക്ക് അവർക്ക് കോൾ ചെയ്യാനും മെസ്സേജസ് അയക്കാനും സാധിക്കും. അതൊരു നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഇപ്പോഴത്തെ സമയത്ത് COVID-19 സമയത്ത് എല്ലാവർക്കും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ വൺ ക്ലിക്ക് കണക്ട് പീപ്പിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ വിൻഡോസ് 10 ഉണ്ടായിരുന്ന വലിയൊരു കീബോർഡ് ഉണ്ട്. ആ വലിയ കീബോർഡ് നമ്മൾക്കിപ്പോൾ ടാബിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് മൂവ് ചെയ്ത് ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ടച്ച് ഡിവൈസിലെല്ലാം വലിയൊരു കീബോർഡായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ വിൻഡോസ് 11 ആയപ്പോൾ അതിൽ ചെറിയ മൊബൈൽ ഫോൺ പോലെ ചെറിയ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു കീബോർഡാണ് കൊടുത്തിട്ടുള്ളത്. അത് എല്ലാവർക്കും നല്ല രീതിയിൽ സ്പീഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കീബോർഡാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിൻഡോസിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ്. ഇനിയും ഒരുപാട് ഫീച്ചേഴ്സ് വിൻഡോസ് 11 ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തേക്കാം. അപ്പോൾ ഇനിയും ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസും ഒരുപാട് ടെക് വീഡിയോസും ആയിട്ട് കാണാം. ബൈ.